ജബൽ അക്തർ യാത്രയുടെ 3-ാം ദിവസം ചരിത്രവും പ്രകൃതിയും സംസ്കാരവും ഒത്തുചേരുന്ന 3 മനോഹര ഇടങ്ങളിലേക്കായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര. ആദ്യം മലനാടൻ സൗന്ദര്യം നിറഞ്ഞ സൗഗ്ര ഗ്രാമം, തുടർന്ന് 17-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ബെയ്ത്തൽ റിദൈദ കോട്ട, അവസാനമായി ഒമാന്റെ പാരമ്പര്യവും പഴമയും അടുത്തറിയാൻ ബെയ്ത്തൽ സബ. 3 സ്ഥലങ്ങൾ, 3 വ്യത്യസ്ത അനുഭവങ്ങൾ. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂട് കാലത്ത് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ജബൽ അക്തർ. ഇവിടെ വന്ന് നമ്മൾ ഇതേപോലെ 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യണം. ആ സ്റ്റേ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഫുള്ള് കിട്ടുന്നത് കേട്ടോ. നമ്മളതുകൊണ്ട് വന്നിങ്ങനെ പോകുമ്പോൾ ഒരു ഫീലില്ല. സ്റ്റേ ചെയ്താൽ നമുക്ക് ആവശ്യം പോലെ സമയം, നല്ല വെതർ, ഈ ഏരിയ മൊത്തം നമുക്ക് ഇതേപോലെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ജബൽ അക്തർ ട്രിപ്പിന്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ റൂം വെക്കറ്റ് ചെയ്തിട്ട് പോവുകയാണ്. ഇനി നമ്മൾ തിരിച്ചിനി നേരെ ദുബായിക്ക് പോകണം. പോണ വഴിക്കാണ് നമ്മൾ ഇനി അൽസോഗാര എന്ന് പറയുന്ന ഒരു ഓൾഡ് വില്ലേജ്, ഒരു 500 വർഷം പഴക്കമുള്ള വില്ലേജാണ്. അപ്പോൾ ആ വില്ലേജും കൂടി കാണണം. പിന്നെ ഈ തിരിച്ചു പോണ വഴിയുടെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാഴ്ചകളുണ്ട്. ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ എടുക്കാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ വൈകിട്ട് ഒരു 6 മണിക്ക് ആകുമ്പോഴേക്കും എങ്കിലും വീട്ടിലെത്തുമെന്ന് വിചാരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 6 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. ഈ കാണുന്ന മലനിരകളുടെ കാഴ്ചകളാണ് കേട്ടോ ഏറ്റവും നമുക്ക് ആകർഷിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കൂടി ഉണ്ട്. അതുപോലെ പെട്രോൾ പമ്പ് ഉണ്ട്, നല്ല നല്ല റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറന്റ് വന്നു കേട്ടോ, അറേബ്യൻ ഇന്ത്യൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് പോയി നോക്കാം. പാകിസ്ഥാൻ റെസ്റ്റോറന്റ് വന്നിട്ട് നമ്മൾ റൊട്ടിയും അതുപോലെ കീമ, അതുപോലെ ചാണ ഇതൊക്കെ ഓർഡർ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പൊ ഫുഡിനൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ആവശ്യം പോലെ കേരള ഫുഡ്, പാകിസ്ഥാനി ഫുഡ്, അറബിക് ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓരോ വില്ലേജിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ തിരിച്ചു പോകുന്ന വഴിയാണ്. അവിടുന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട്. അധികം ദൂരമൊന്നുമില്ല, 13 കിലോമീറ്റർ ഉള്ള, പക്ഷെ നല്ല ഹെയർപിൻ വഴികളാണ്. അതുകൊണ്ട് ഒരു 22 മിനിറ്റ് എടുക്കും. നമ്മൾ ആ കാണുന്ന മലയുടെ മേലേക്കാണ് കയറാൻ പോണത്. മേലേക്ക് ആ വഴി കാണുന്നില്ല, ആ വഴിക്കോടെയാണ് നമ്മളിപ്പോ കയറാൻ പോണത്. നമ്മൾ ഈ ഒരു വഴിക്കാണ് പോണത്. റോഡ് നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡ് ഉണ്ടാക്കിയിട്ടാണ്, പുതിയ റോഡാണെന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല, നല്ല കയറ്റാണ്. ഇവിടെ എവിടെയാണെങ്കിലും നല്ല ടാറിങ് റോഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഉള്ള കയറ്റങ്ങളാണ്, നല്ല ഹെയർപിൻ വഴികളാണ്. വഴി കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡ്രൈവാണ് നമുക്ക് ഇവിടെ കിട്ടണം കേട്ടോ. ഇങ്ങനെയുള്ള റോഡുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു റൂട്ടാണ് ഇവിടേക്ക്, ജബൽ അക്തറിലേക്ക്. ഓഫ് റോഡ് പോണ പോലെ നമുക്ക് അടിപൊളിയായിട്ട് പോയ റോഡിന്റെ ഒരു ലേഔട്ട് കണ്ട. ഇവിടെ ആൾക്കാരുകൾ താമസം ഉണ്ട് കേട്ടോ. കണ്ടോ നോക്കി, നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ റോഡ് ഇടിഞ്ഞു പോയാലും കുഴപ്പമില്ല, അവര് റോഡൊക്കെ പണിയുണ്ട്, ആൾക്കാർ താമസമുണ്ട്. അതേപോലെ അൽ ഷൗഗ്ര വില്ലേജ്. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓഫ് റോഡാണ് കേട്ടോ, നല്ല മണ്ണ് വഴിയാണ്. എന്തായാലും പോയി നോക്കാം. 500 വർഷം പഴക്കമുള്ള ഒരു വില്ലേജ് കാണാൻ പോണത്. ഹാങ്ങിങ് വില്ലേജ് ആണ് കേട്ടോ. വളഞ്ഞ് കിടക്കുന്ന വലിയൊരു റൂട്ടാണ് കേട്ടോ. റോഡ് കുഴപ്പമില്ല, മണ്ണ് റോഡാണെങ്കിലും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഗ്രീൻ മൗണ്ടൻ ആണ് ചുറ്റിലും. വലിയൊരു മൗണ്ടൻ അങ്ങനെയല്ല, ചെറിയ ചെറിയ മൗണ്ടനുകളാണ്. അതിലാണ് ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി നല്ല ഡേഞ്ചറസ് ആയ വഴി തന്നെയാണ് കേട്ടോ. സേഫ്റ്റി ഒന്നുമില്ല, ഫുള്ള് മണ്ണ് വഴിയാണ്. സേഫായിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നോക്കാറുള്ളൂ. നമ്മൾ പോണ വഴി കണ്ട. ഓക്കെ, പോകാനുള്ള വഴി ഭയങ്കര അടിപൊളി വഴി കേട്ടോ. ഓഫ് റോഡ് പോയില്ലാന്നുള്ള വിഷമം വേണ്ട അല്ലേ. ഡേഞ്ചറസ് ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ. ഇത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള റോഡ് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കാട്ടോ. എന്താ വെച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ പാർക്കിങ് ഫുള്ളൊന്നും ഉണ്ട്. നമ്മളങ്ങനെ അൽസോഗര വില്ലേജിന്റെ അവിടേക്ക് പോകുന്നു കേട്ടോ. ഇപ്പൊ 10 മണിയായി. ചെറിയ രീതിയിൽ ഇപ്പൊ ചൂടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ. നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനിലെ ജബൽ അക്തറിന്റെ മലനിരകളിൽ കാലത്തെ തോൽപ്പിച്ച് ഇന്നും നിലനിൽക്കുന്ന ഒരു അത്ഭുത ഗ്രാമമുണ്ട്. അതാണ് അൽസൗഗ്ര ഗ്രാമം. 500-ലേറെ വർഷങ്ങളുടെ ചരിത്രമുള്ള ഈ പുരാതന ഗ്രാമം മലയുടെ പാറക്കെട്ടുകൾക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടതുപോലെയാണ് കാണപ്പെടുന്നത്. ഏകദേശം 1900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽസൗഗ്ര ഒരു കാലത്ത് പുറം ലോകത്തു നിന്ന് ഏറെ അകന്ന് പരമ്പരാഗത ഒമാനി ജീവിതം നിലനിർത്തിയിരുന്ന ഒരു ചെറിയ മലഗ്രാമമായിരുന്നു. ഈ കാണുന്ന ഒരു പോയിന്റ് നടന്നു വേണട്ടോ നമ്മൾ അപ്പുറത്ത് കാണുന്ന മലയിലുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വലിയ ഹെവി ആയിട്ടുള്ളൊരു ട്രക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് അവർ നല്ലൊരു ഫോട്ടോ പോയിന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഫോട്ടോ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ ഈ അൽസൗഗ്ര ഗ്രാമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല നല്ല ഫോട്ടോകൾ എടുക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് പോകുന്തോറും നമുക്ക് ആ ഒരു അൽസൗഗ്ര ഗ്രാമത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഫാം കാണാം. അതേപോലെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം കേട്ടോ. അവരുടെ ട്രഡീഷണൽ ആയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്.
നല്ല രീതിയിൽ നമുക്ക് അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഏരിയ. ഇങ്ങനത്തെ സ്റ്റെപ്പുകളുണ്ട് ഈ മലയാള സൈഡിൽ കൂടെയുള്ള കുറെ സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. നമ്മൾ ഈ സൗഗ്ര ഗ്രാമത്തിനോട് അടുക്കും തോറും നമുക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല പല മരങ്ങളും ചെടികളൊക്കെ അവരിങ്ങനെ പരിപാലിച്ച് പോരും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു ഗ്രാമത്തിനോട് അടുക്കും തോറും തന്നെ ഈ കാലാവസ്ഥയിൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. സ്റ്റിൽ നമുക്ക് ആ മേലെ നിന്നപ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെട്ടെങ്കിലും ഈ അടുത്ത് വന്നപ്പോൾ ഈ ഒരു മുന്തിരി ചെടികളും മരങ്ങളും ചെടികളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ വന്നപ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇതാണ് അൽസൗഗ്ര ഗ്രാമത്തിന്റെ പ്രധാന പ്രവേശന കവാടം. ഈ വാതിൽ കടക്കുന്നതോടെ നമ്മൾ മറ്റൊരു കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ മുകളിൽ വരുമ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മുന്തിരിക്കുലകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീലിംഗ്, അതിനോട് ചേർന്നുള്ള പൂക്കളും കൃഷികളും അതേപോലെ അൽസൗഗ്ര ഗ്രാമത്തിന്റെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ ഈ ഒരു കോഫി ഷോപ്പ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചുറ്റിലുമുള്ള ആ മലനിരകളുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 500 years ago, you live here 6 family. Okay. Now you move this side. Okay. Yeah. 2000 before 2004, not road here, not electricity here. We help from government, the doctor, the school, holy capital. Okay. Yes. And 2004 we come the road, and 2006 we start the Light, electricity. 2009 we start to move the family this side. Last family 2014. 14 already moved. Only move. Okay. We start the guest house. We check the business come or not come. 2016 2 room. 2017 we start the internet. Total the room now 11 room. We have family suite, standard room, VIP. The bathroom outside we keep it same before, not to change everything. 16 include dinner and breakfast. yes, standard room. Standard room. നമ്മളങ്ങനെ ഈ ഒരു വില്ലേജിന്റെ ഉള്ളിലേക്ക് പോകുന്നു കേട്ടോ. In rain July, August, in summer. ഈ കാണുന്നതാണ് കേട്ടോ ഒരു ഗ്രാമത്തിന്റെ തന്നെ പേര് തന്നെ മാറ്റിയ ആ ഒരു മരം എന്ന് പറയുന്നത്. ഇതാണ് സൗഗ്ര ട്രീ. The name the sugra. No smell, no fruit. Only the wood. We cut it before. We'll put it inside the room. The man we gathering one point. They eat together and eat together. We sleep together. Okay. This side we call home. The total another room this side. The wood from the sugra. Sukra. It's coming like this, eh? Like. Okay. But strong, eh? Yes, strong. We have different wood called juniper and olive, walnuts. The guest house this side. Okay. This sitting area private we call al-arish. അപ്പോൾ ഈ ഒരു ഏരിയ അല്ലരീഷ് എന്നത് ഗസ്റ്റ് റൂം ആണത്. നൈസ്. ബട്ട് വെൻ യു കമ്മിങ് ഹിയർ ദിസ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് റോഡ്. വൈ യു നോട്ട് മേക്കിംഗ് റോഡ് ഗുഡ് റോഡ്? The road, the activity for you. That activity. The hike here again, the activity. Everything here activity. Easy and difficult everything. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ആ ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഈ പഴയ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കാൽ വെക്കുന്ന നിമിഷം തന്നെ സമയം പിന്നോട്ട് തിരിയുന്ന പോലെ ഒരു അനുഭവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒമാനി ജീവിതത്തിന്റെ ശ്വാസം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന പോലെ തോന്നും. മണ്ണും കല്ലും ചേർന്ന് പണിത ഈ ലളിതമായ കിടപ്പുമുറി, അതിന്റെ ചെറിയ ജനാലുകളിലൂടെ കടന്നു വരുന്ന മങ്ങിയ വെളിച്ചം എല്ലാം ചേർന്ന് ഒരു പഴയ കാലത്തിന്റെ കഥ പറയുകയാണ്. ഇവിടെ ഓരോ കോണും ഓരോ ഭിത്തിയും ഒരിക്കൽ ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ നിശബ്ദമായ ഓർമ്മകളാണ്. അതേ കണ്ട ഇതേപോലത്തെ റൂമിലേക്കാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അവിടെ വേറെ റൂമുകളുണ്ട്. വി ക്യാൻ ഗോ ദേർ ഓൾസോ, നോ? അൽസൗഗ്ര ഗ്രാമത്തിലെ അൽ മെഗ്ലിസ് എന്ന് വിളിക്കുന്ന ഈ ഒരു ഏരിയയിലെ 2 റൂമുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോം എന്ന് വിളിക്കുന്ന മറ്റൊരു ഏരിയയിലെ റൂമുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് റൂം എടുക്കാം. മുന്നേ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഡിന്നറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. നല്ല അടിപൊളി റൂമാണ്. ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള റൂമുകൾ നമുക്ക് വന്ന് ഇങ്ങനെ സ്റ്റേ അടിക്കാം. ഇവിടെയുള്ള റൂമുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സൈറ്റിൽ കയറി മുന്നേ കൂട്ടി തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് വന്ന ഇവരിവിടെ അലൗഡ് ചെയ്യില്ല. This side big rooms, I think. Yes. Expensive. Yeah. How much cost coming? IB and family suite. Yes. IB 105 riyal. Okay. ഹോം എന്ന് വിളിക്കുന്ന ഈ ഒരു ഏരിയയിലെ ഒരു മോസ്കിന്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ തന്നെയുള്ള VIP ആൻഡ് ഫാമിലി സൂട്ട് റൂമുകളിലെ കാഴ്ചകൾ കാണാനാണ്. ഈ അൽസൗഗ്ര ഗ്രാമത്തിന്റെ ഫുൾ ഒരു ലേഔട്ട് അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. The surface outside. Inside you Keep it same before. Little bit change and tile. yeah. Flooring and everything, no? The room number 3.
VIP ഏരിയയിലെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് VIP ഏരിയ ആണ് കേട്ടോ. VIP ഏരിയയുടെ വാഷ്റൂമാണ് അത്. VIP സിറ്റിംഗ് ഏരിയ. ഇവിടെ ആൾക്കാർ താമസം കേട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എല്ലാ റൂമും കാണാൻ പറ്റില്ല. അൽ സൗഗ്ര ഗ്രാമത്തിലെ ഈ പഴയ അൽ ബുർജ് റൂം ഗ്രാമത്തിൻ്റെ പരമ്പരാഗത ജീവിതത്തിൻ്റെ ഒരു ചെറിയ നേർക്കാഴ്ചയാണ്. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള നിർമ്മാണവും ചെറിയ ജനാലകളും ലളിതമായ അകത്തളങ്ങളും പഴയ ഒമാനി വീടുകളുടെ ജീവിത രീതിയെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. പാറക്കെട്ടുകൾക്കിടയിൽ ചേർന്ന് നിൽക്കുന്ന അൽ സൗഗ്ര ഗ്രാമത്തിൻ്റെ മുഴുവൻ ഭംഗിയും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പഴയ വീടുകളും മലനിരകളും ഒത്തുചേരുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഗ്രാമം ഒരു മനോഹരമായ ചിത്രമായി മാറുന്നു. ഇത് നമ്മൾ VIP സൂട്ടിൽ കണ്ടുപോകട്ടോ. ഇവർ ചെയ്ത് വെച്ചാൽ ആ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ മൊത്തം ഇവർ നിർത്തിയേക്കാണ്. മറ്റേ ഉള്ളിൽ മാത്രം ചെറിയൊരു വ്യത്യാസങ്ങൾ വെച്ചേക്കും. സിറ്റിംഗ് ഏരിയ നൈസ് ബിഗ്. ഓക്കെ, ഇതപ്പോൾ ഒരു സൂട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഡിന്നർ ഏരിയ ആണ്. മേലേന്ന് പാറക്കല്ലുകളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സേഫ്റ്റി മെഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സേഫ്റ്റി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഴമയുടെ ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒരുമിക്കുന്നൊരു മനോഹരമായൊരു താമസാനുഭവമാണ് ഇവിടെയുള്ള ഈ ഒരു സ്യൂട്ട് റൂമുകൾ നമുക്ക് നൽകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ലിവിങ് മ്യൂസിയം പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2014 ഇവിടുത്തെ അവസാന കുടുംബം ഈ ഗ്രാമം വിട്ടുപോയതിനു ശേഷം ഈ പഴയ വീടുകൾ അവർ പുനരുദ്ധരിച്ച് ഹെറിറ്റേജ് ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ച് ആ പഴയ ജീവിത രീതിയും അതേപോലെ ഈ റൂമുകൾക്കുള്ളിൽ അവരൊരുക്കിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന മികച്ചൊരു സ്ഥലമാണ് കേട്ടോ ഈ അൽ സൗഗ്ര. അൽ സൗഗ്രയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഫുഡും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു കേബിൾ സർവീസാണ് കേട്ടോ ഈ കാണുന്ന ഒരു സർവീസ്. കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും അൽ സൗഗ്രയിലെത്തിയാൽ നമ്മൾ കുറച്ച് നിമിഷത്തേക്ക് പഴയൊരു കാലത്തേക്ക് മടങ്ങിയെത്തിയ പോലെ തോന്നും. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന മൺവീടുകളും പച്ചപ്പും മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും ഈ ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നു. അൽ സൗഗ്ര ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയെയും ചരിത്രത്തെയും ഒരുപോലെ അടുത്തറിയാനുള്ള ഒരു അനുഭവമാണ്. ഈ അൽ സൗഗ്രയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോകണം കേട്ടോ. നമ്മൾ തിരിച്ച് ഇനി നേരെ ജബൽ അക്തറിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ദുബായിക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അൽ സൗഗ്ര ഗ്രാമത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഒരു മൗണ്ടൻ ഡ്രൈവ് ആണ് കേട്ടോ. ഈ ചെറിയ മൺറോട്ടിക്കൂടെയുള്ള നമ്മുടെ ഒരു ഡ്രൈവ് ഭയങ്കര അഡ്വഞ്ചറസ് ആണ് കേട്ടോ. ചുറ്റിലും നമുക്ക് കാണാൻ പറ്റും നല്ല ഗ്രീൻ മൗണ്ടൻ ആണ്. അതേപോലെയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ജബൽ അക്തറിൻ്റെ ആ മെയിൻ ഒരു ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ജബൽ അക്തറിൻ്റെ മലമുകളിൽ നിന്ന് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. മുകളിലെ തണുത്ത മലക്കാറ്റും ചുറ്റുമുള്ള വിശാല മലനിരകളെയും പിന്നിലാക്കി വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഈ മൗണ്ടൻ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. ഓരോ വളവും പിന്നിടുമ്പോഴും കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ സഞ്ചരിച്ച റോഡ് മലയുടെ വശത്ത് ഒരു പാമ്പിനെ പോലെ വളഞ്ഞു പോകുന്നത് കാണാം. ഒരു വശത്ത് കുത്തനെയുള്ള പാറമലകൾ, മറുവശത്ത് ആഴമേറിയ താഴ്വരകൾ. ദൂരേക്ക് നോക്കിയാൽ ഹജാർ മലനിരകളുടെ മനോഹരമായ കാഴ്ച. നമ്മൾ ഈ കാണുന്ന ഒരു എസ്കേപ്പ് ലൈനാണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക് ഫെയിലായിട്ട് വരികയാണെങ്കിൽ സേഫായിട്ട് നിർത്താനുള്ളൊരു ലൈനാണ് എസ്കേപ്പ് ലൈൻ. അതേപോലെ തന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങും തോറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ. അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളാണ്, നല്ല വലിയ വലിയ ഹെയർ പിൻ വഴികളാണ്. ഈ വഴി കൂടെയൊക്കെ വന്ന് നമ്മൾ നേരെ ജബൽ അക്തറിൻ്റെ താഴെയുള്ള ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. മേലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. 30 റിയാൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒമാനികളുടെ വണ്ടി റെന്റിന് എടുത്തിട്ട് നമുക്ക് നേരെ ജബൽ അക്തറിന്റെ മേലെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാട്ടോ. അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ജബൽ അക്തറിന്റെ മലമുകളിൽ നിന്നുള്ള മനോഹരമായ യാത്ര അവസാനിപ്പിച്ച് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ബിർക്കത്ത് അൽ മൗസ് എന്ന ചരിത്രപ്രസിദ്ധമായൊരു പ്രദേശത്താണ്. ഇവിടെ നിന്നാണ് ജബൽ അക്തറിന്റെ മലനിരകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബൈത്തൽ റുദൈദാത്ത് കാസിൽ. ദൂരെ നിന്ന് തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ കോട്ടയുടെ മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള മതിലുകളും ഉയർന്നു നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള ടവറും മുകളിൽ നിരനിരയായി നിൽക്കുന്ന ബാറ്റിൽമെന്റ്സും ഒമാന്റെ ട്രഡീഷണൽ ഫോർട്ട് ആർക്കിടെക്ചറിന്റെ മനോഹരമായ ഉദാഹരണമാണ്. ഒരു വശത്ത് ചരിത്രത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഈ കോട്ട, മറുവശത്ത് ഒമാന്റെ മനോഹരമായ മലനിരകൾ. ഈ കോമ്പിനേഷൻ തന്നെയാണ് ഈ സ്ഥലത്തെ ഇത്രയും
സ്പെഷ്യലാക്കുന്നത്. ഇത് വെറുമൊരു പഴയ കോട്ടയല്ല, ഒമാന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കാവൽ കോട്ടയായിരുന്നു ബെയ്ത്തൽ റുവൈദാദ്. 17-ാം നൂറ്റാണ്ടിൽ ഇമാം സുൽത്താൻ ബിൻ സൈഫ് ബിൻ മാലിക് അൽ യറാബിന്റെ കാലത്താണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത്. ജബൽ അക്തറിലേക്കുള്ള പ്രവേശന മാർഗം കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു ഈ കോട്ടയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഒമാനിലെ ചരിത്രപ്രസിദ്ധമായ ഗ്രാമമാണ് ബിർക്കത്തൽ മോസ്. മലനിരകളിൽ നിന്നുള്ള വെള്ളം ഗ്രാമത്തിലേക്ക് എത്തിച്ചിരുന്ന പുരാതന ഫലാജ് അൽ കത്മൈൻ ആണ് ഇവിടുത്തെ ജീവിതത്തിന്റെയും കൃഷിയുടെയും പ്രധാന അടിത്തറ. ഈ ചരിത്ര ഗ്രാമത്തിനുള്ളിലാണ് ബെയ്ത്തൽ സഭ. പരമ്പരാഗത ഒമാനി മൺവീടുകളുടെ ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഒരു കാലത്ത് ഇവിടുത്തെ കുടുംബജീവിതത്തിന്റെ ഭാഗമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ പഴയ കെട്ടിടം അതിന്റെ പഴയ രൂപത്തിൽ തന്നെ നിലനിന്നു. ഇന്ന് അതേ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് ബെയ്ത്തൽ സഭ ഒരു ഹെറിറ്റേജ് ഇൻ ആൻഡ് കഫേ ആയി മാറിയിരിക്കുന്നു. പഴയ മൺചുവരുകളും കല്ലുകളും കൊണ്ടുള്ള നിർമ്മിതികളും അതേപടി നിലനിർത്തി അതിനൊപ്പം ഇന്നത്തെ സൗകര്യങ്ങളും ചേർത്തിരിക്കുന്നു. പഴയ ഒമാന്റെ ജീവിതവും ഇന്നത്തെ കഫേ അനുഭവവും ഒരുമിക്കുന്ന മനോഹരമായ ഇടം, അതാണ് ബെയ്ത്തൽ സഭ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോകുന്നത് നിസ്വ വഴിയാണ്. അപ്പം നിസ്വ സൂക്കിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇബ്രി വഴി അലൈൻ ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അലൈനിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ട ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ആ സൺസെറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ യാത്ര നമ്മളിവിടുന്ന് കണ്ടിന്യൂ ചെയ്തത്. ജബൽ അക്തറിലെ ഞങ്ങളുടെ യാത്രയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.